ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. എല്ലാ സൊല്യൂഷനുകളും മിക്സ്ചറുകളാണ്. ഒരു മിക്സ്ചറിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂവൻറ്റുകളുടെയും കോമ്പോസിഷൻ സെയിം ആണെങ്കിൽ അവയെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എല്ലാ സൊല്യൂഷനുകളും ഹോമോജീനിയസ് മിക്സ്ചറാണ്. എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, എയർ മുതലായവ. ഇത്തരത്തിലുള്ള മിക്സ്ചറുകളിലെ കമ്പോണൻറ്റിനെ സെപ്പറേറ്റായി കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. ഇനി ഒരു മിക്സ്ചറിലെ എല്ലാ കമ്പോണൻസും ഒരേപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവയെയാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് സാൻഡ്, മഡി വാട്ടർ, മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ. ഇവിടെ മിക്സ്ചറുകളിലെ കമ്പോണൻസിനെ സെപ്പറേറ്റായി കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കും. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. 3 ബീക്കറുകൾ എടുത്ത് അവയിൽ 3ലും ഈക്വൽ എമൗണ്ട് വാട്ടർ എടുക്കുക. ആദ്യത്തേതിൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇടുക. രണ്ടാമത്തേതിലേക്ക് മിൽക്ക് ഒഴിക്കുക. മൂന്നാമത്തേതിലേക്ക് ചോക്ക് പൗഡറും ഇടുക. 3ഉം നന്നായി ഇളക്കുക. ശേഷം കുറച്ചുനേരം അനക്കാതെ വയ്ക്കുക. ഇവയിൽ ഫസ്റ്റ് ബീക്കറിൽ കാണുന്നതാണ് ട്രൂ സൊല്യൂഷൻ. രണ്ടാമത്തേതിൽ കൊളോയിഡും മൂന്നാമത്തേതിലുള്ളത് സസ്പെൻഷനുമാണ്. ഇനി ഇവ 3ലും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ എടുത്തിട്ട് അതിനെ ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നില്ല. കൊളോയിഡിലും സെയിം അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സസ്പെൻഷനിൽ കുറച്ച് പാർട്ടിക്കിൾസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇനി ഒരു ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷനിൽ ബീമിൻ്റെ പാത്ത് വിസിബിൾ ആയിരിക്കുകയില്ല. എന്നാൽ കൊളോയിഡിൽ ലൈറ്റ് ബീം വിസിബിൾ ആയിരിക്കും. സസ്പെൻഷനിലാകട്ടെ പാർട്ടിക്കിൾസിൽ ബീം ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണുവാൻ സാധിക്കും. ഇനി സൊല്യൂഷനെ അനക്കാതെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുവാൻ സാധിക്കില്ല. കൊളോയിഡിലാവട്ടെ കുറേ സമയത്തിന് ശേഷം കുറച്ച് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. സസ്പെൻഷനിലും ഇതുപോലെ തന്നെ. ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് മൂലമാണ്. ആദ്യത്തെ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ് തീരെ ചെറുതാണ്. അതിനാൽ തന്നെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. പാർട്ടിക്കിൾ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ അവയ്ക്ക് ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ലൈറ്റ് ബീമിൻ്റെ പാത്ത് വിസിബിൾ അല്ലാത്തത്. ഇനി കൊളോയിഡ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവയുടെ പാർട്ടിക്കിൾ സൈസ് കമ്പാരിറ്റീവ്ലി ബിഗ്ഗറാണ്. അതുകൊണ്ട് അവയ്ക്ക് ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാത്ത് ഓഫ് ബീം വിസിബിൾ ആവുകയും ചെയ്യുന്നു. സസ്പെൻഷനിലാകട്ടെ പാർട്ടിക്കിൾസിനെയെല്ലാം കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും. അവയിൽ വീഴുന്ന ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യുന്നു. ഇനി ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ട്രൂ, കൊളോയിഡൽ, സസ്പെൻഷൻ ഏതൊക്കെയെന്ന് കമൻറ്റ് ചെയ്യൂ. സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മൾ കുടിക്കുന്ന ജ്യൂസുകളിൽ മിക്കതും തന്നെ കൊളോയിഡൽ ഫോമിലുള്ളവയാണ്. ഇവ എത്ര ആളുകൾ ഇരുന്നാലും സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായി കാണുന്നില്ല. എന്തായിരിക്കും ഇതിന് റീസൺ? ഇതിന് റീസൺ ഡ്രിങ്ക്സിൽ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് മൂലമാണ്. ഇവയെ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നു. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ആവാതിരിക്കാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. ഇത് കൂടാതെ നിരവധി കെമിക്കലുകൾ ഫുഡിലും ജ്യൂസിലും മറ്റും ഉപയോഗിക്കാറുണ്ട്. മിക്കതും തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്.